ടാറ്റയുടെ 10,000 കോടിയുടെ കപ്പൽ നിർമ്മാണ പദ്ധതി അത് വലിയ ചർച്ചാ വിഷയമാവുകയുണ്ട്. അപ്പോൾ ഇപ്പോൾ ടാറ്റ തന്നെ വന്നിട്ട് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പദ്ധതിയൊന്നും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബ്ലൂംബെർഗിന് വി.ഡി. സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന വിവരം അല്ലെങ്കിൽ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള വിവരം തെറ്റാണ് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് CPM കാലത്ത് 2025 ഇൻവെസ്റ്റ് കേരള നിക്ഷേപ സംഗമത്തിൽ ആർട്സ് ആൻഡ് എഞ്ചിനീയറിംഗ്, അതായത് ടാറ്റയുടെ സബ്സിഡിയറി കമ്പനിയാണ്, അത് ചെറു കപ്പലുകളുടെ നിർമ്മാണ യൂണിറ്റുകൾക്ക് താല്പര്യം അറിയിച്ചുകൊണ്ട് നിക്ഷേപിച്ചിരുന്ന ഒരു പദ്ധതിയാണ് എന്നാണ് പറയുന്നത്. ഈ പദ്ധതി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഇതൊരു LDF ആയിട്ടോ അല്ലെങ്കിൽ UDF പദ്ധതി എന്നുള്ളതിനേക്കാളും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വളരെ കൃത്യമായിട്ട് ബ്ലൂംബെർഗ് പോലുള്ള ഒരു മാധ്യമത്തിന് ഇന്റർവ്യൂ നൽകുമ്പോൾ അതിലൊരു മിസ്റ്റേക്ക് വരാനുള്ള സാധ്യത കുറവായിരിക്കും. എന്റെ ചോദ്യം എന്ന് പറയുന്നത്, ഇങ്ങനെ ചെറിയൊരു നിക്ഷേപം അല്ലെങ്കിൽ അതിലൊരു ചെറിയ പുകപടലമൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് ഒരു വലിയ നിക്ഷേപ പദ്ധതി തന്നെ കൊണ്ടുവരാനുള്ള എന്തെങ്കിലും ഗിമ്മിക്കാണോ ഇത്, അതോ ഇത് LDF പദ്ധതി തന്നെയാണോ? അല്ല, എന്തായാലും നമ്മൾ ഇതുവരെ കിട്ടിയ വിവരം അനുസരിച്ച് വി.ഡി. സതീശനോട് തെറ്റ് പറ്റിയിരിക്കുന്നു എന്ന് തന്നെയാണ്. അദ്ദേഹം അത് പ്രസന്റ് ചെയ്ത രീതിയോ അദ്ദേഹത്തിന് അറിയാതെ തെറ്റിച്ചതോ അല്ലെങ്കിൽ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചോ, കാരണം മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് തീർച്ചയായും അങ്ങനെ ഉണ്ടാവാം. തെറ്റാണ് എന്ന് തന്നെ അദ്ദേഹം അംഗീകരിക്കുക തന്നെയാണ് വേണ്ടത്. കാരണം പത്രങ്ങളിൽ വന്ന വാർത്ത, ബ്ലൂംബെർഗിൽ വന്ന സംഗതി 10,000 കോടി ടാറ്റ കപ്പൽ നിർമ്മാണ മേഖലയിൽ കേരളത്തിൽ നിക്ഷേപിക്കാൻ പോകുന്നു. ആ വാർത്ത തീർത്തും തെറ്റ് തന്നെയാണ്, ഒരു സംശയമില്ല. അതായിരുന്നില്ല സത്യം. ഇപ്പൊ അദ്ദേഹം നൽകുന്ന വിശദീകരണം മിഷൻ സമുദ്ര പദ്ധതിയുടെ ഭാഗമായി ടാറ്റയുടെ നേരത്തെ പറഞ്ഞ ഒരു സബ്സിഡിയറി കമ്പനി ഒരു ബോട്ട്, കപ്പൽ എന്ന് പോലും പറയാൻ പറ്റില്ല, ഒരു ബോട്ട് നിർമ്മാണശാല, വലിയ ബോട്ട് നിർമ്മിക്കുന്ന ശാല കൊച്ചിൻ പോർട്ടിന്റെ സ്ഥലത്ത്, ആ സ്ഥലം യഥാർത്ഥത്തിൽ കൊച്ചിൻ പോർട്ടിന്റെ അല്ല, മലബാർ സിമെന്റ്സിന് വാടകയ്ക്ക് കൊടുത്ത സ്ഥലമാണ്. പണ്ട് സിമെന്റ് ഒരുപാട് എക്സ്പോർട്ട് ചെയ്ത്, സിമെന്റ് എക്സ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ മലബാർ സിമെന്റ് ഇവിടെ കൊണ്ടുവന്ന് സിമെന്റ് കൊടുത്തിരുന്നു. അപ്പൊ മലബാർ സിമെന്റ് എക്സ്പോർട്ട് ഒന്നുമില്ല, അത് വേറെ വിഷയം. അപ്പൊ ആ സ്ഥലം ഇപ്പൊ വെറുതെയായി. അന്ന് മലബാർ സിമെന്റിന് അനുവദിച്ചിരുന്ന സ്ഥലമാണ്. ആ സ്ഥലം അവർക്കിപ്പോൾ ഉപയോഗിക്കാൻ കഴിയാതെ വന്നപ്പോൾ തീർച്ചയായും അവിടെ പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു വ്യവസായം വരുന്നത് നല്ലതാണ്. ഇപ്പൊ കപ്പൽ നിർമ്മാണമോ വേറെ എന്തെങ്കിലും വരുന്നത് നല്ലതാണ്. അങ്ങനെ വരുന്നതിന് അന്ന് കൊടുത്ത സ്ഥലമാണ്. അന്ന് അതിൽ ഇൻട്രസ്റ്റ് സ്ഥാപിച്ചവരാണ് ഈ പറഞ്ഞ 2025 ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ വന്ന് ഞങ്ങൾ പല പ്രപ്പോസൽസ് വന്നിട്ടുണ്ട്. അത് LDF UDF പ്രപ്പോസൽ എന്നൊന്നും നമ്മൾ കാണണ്ട. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ 2025 MSC എന്ന് പറയുന്ന കമ്പനി കൊടുത്ത പ്രപ്പോസലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. MSC കമ്പനി അന്ന് പറഞ്ഞതാണ്. MSC കമ്പനി വന്നു, മറ്റേ വിഴിഞ്ഞത്ത് അവരെ എടുക്കും. വിഴിഞ്ഞത്ത് അവരെടുത്തത് ഓഹരിയാണ്. വിഴിഞ്ഞത്ത് ഇൻവെസ്റ്റ് ചെയ്യും. ദേശാഭിമാനി പോലും പറഞ്ഞല്ലോ. അതിപ്പോ തുടരുകയാണ്. അപ്പൊ അതില് പ്രശ്നമൊന്നുമില്ല. അത് ഇങ്ങനെ ഉണ്ടാവും, കാരണം ഒരു ഗവൺമെന്റ് തുടരുന്നു. അത് ശരിയോ തെറ്റോ എന്നുള്ളത് രണ്ട് ഗവൺമെന്റിന്റെ പൊളിറ്റിക്സ് ആണ്. പക്ഷെ ഇവിടെ പ്രശ്നം ഈ 10,000 കോടി രൂപയുടെ ടാറ്റ എന്ന പേര് വന്നതാണ്. 10,000 കോടി രൂപയുടെ സ്വകാര്യ നിക്ഷേപം വരുമെന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ നമുക്കതിനെ ആ രീതിയിൽ കണ്ടാൽ മതി. ടാറ്റ അതിൽ ചെറിയൊരു പാർട്ട്ണറാണ്. LDF UDF ഒന്നല്ല. ഇപ്പൊ LDF പല പ്രപ്പോസലും വന്നില്ലല്ലോ. കഴിഞ്ഞ 10 വർഷമായി പല പ്രപ്പോസലും വന്നില്ല. ഈ രാജ്യത്ത് നടന്ന 1 ലക്ഷം ഇൻവെസ്റ്റേഴ്സ് വന്നു, 1 ലക്ഷം മറ്റേ വ്യവസായങ്ങൾ ഇവിടെ തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് എന്റെ ലിസ്റ്റ് ചോദിച്ചിട്ട് ആരും കൊടുത്തില്ല. അപ്പൊ ഞാൻ പറയുന്നത് LDF UDF തർക്കമാക്കി എടുക്കണ്ട. അവകാശവാദങ്ങൾ പലരും ഉന്നയിച്ചിട്ട്, രാജ്യം ഉന്നയിച്ച അവകാശവാദങ്ങൾ 99% പൊളിയായിരുന്നു, നമുക്കൊക്കെ അറിയാം. അപ്പൊ അതുകൊട്ടെ, അവകാശവാദം എല്ലാവരും ഉന്നയിക്കും. പക്ഷെ സതീശന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു അവകാശവാദം വന്ന് തെറ്റായി പോയി എന്ന് ആദ്യം പറയണം. അത് പറഞ്ഞിട്ട് ഇനി 300 കോടിയുടെ വരികയാണെന്നിരിക്കട്ടെ, നല്ല കാര്യം. ഒരു ബോട്ട് നിർമ്മാണശാല, ഇവിടെ ചെറിയ ബോട്ട് നിർമ്മിക്കുന്ന പല സ്ഥാപനങ്ങളുണ്ട്. കേരളത്തിലാണ് അത് കുറവുള്ളത്. സത്യത്തിൽ ഞാൻ നോക്കിയിട്ടുണ്ട്, മംഗലാപുരത്തും അതുപോലെ മാൽപ്പ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തൊക്കെ ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഷിപ്പ് ബിൽഡിംഗ് യൂണിറ്റ്സ് ഉണ്ട്, ഒരുപാട് ഷിപ്പ് ബിൽഡിംഗ് യൂണിറ്റ്സ് ഉണ്ട്. അപ്പൊ കേരളത്തിൽ ആകെ നമ്മുടെ ഒരു പൊതുമേഖലാ സ്ഥാപനമായ കൊച്ചിൻ ഷിപ്പ്യാർഡും, പിന്നെ നമ്മൾ ഉരു നിർമ്മിക്കുന്ന, പണ്ട് മലബാറിൽ, ഇപ്പൊ അത് അധികം ചെയ്യാറില്ല, മലബാറിൽ വലിയൊരു പാരമ്പര്യമുണ്ട് നമുക്ക് ഉരു നിർമ്മിച്ചു കൊടുക്കുന്ന. അങ്ങനെയാണ് നമ്മൾ കുഞ്ഞാലിമരിക്കാരൊക്കെ അന്ന് തന്നെ പോർച്ചുഗീസുകാരുമായി ഫൈറ്റ് ചെയ്യാൻ കിട്ടുന്നത്. കാരണം നമുക്ക് ഉരു നിർമ്മാണത്തിൽ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. പക്ഷെ ആ മരവും പോയി, ആ ടെക്നിക്കും പോയി, ആ സ്കില്ലും പോയി, അത് പോട്ടെ. പക്ഷെ അതിനൊരു ബേസ് ഉണ്ട്. അപ്പൊ കേരളത്തിലെ മിഷൻ സമുദ്ര എന്നത് പദ്ധതിയുടെ ഭാഗമായി സതീശൻ പറയുന്നത് കേരളത്തിൽ കപ്പൽ നിർമ്മാണ യൂണിറ്റുകൾ വരും, കപ്പൽ റിപ്പയറിംഗ് യൂണിറ്റുകൾ വരും, ചെറിയ യൂണിറ്റുകൾ വരും. അത് കേരളത്തിന്റെ തീരെ ഉപയോഗപ്പെടുത്തുക. ആ അർത്ഥത്തിൽ ഒരു കപ്പൽ നിർമ്മാണശാല വരുന്നതിൽ തീരെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ഒരു കുഴപ്പമുള്ളതെന്ന് വെച്ചാൽ കപ്പൽ പൊളിക്കുന്ന യൂണിറ്റ് വരരുത്.
നമുക്കറിയാം അഴീക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് കണ്ണൂർ ജില്ലയിൽ ഒരു കപ്പൽ പൊളിക്കുന്ന യൂണിറ്റ് കൊണ്ടുവന്നിട്ട് അതിനെതിരെ സമരത്തിന് വേണ്ടി വന്ന ആളാണ് ഞാൻ. കാരണം വെച്ചാൽ കപ്പൽ പൊളിക്കുന്ന മഹാവൃത്തിയുടെ പണിയാണ്. കാരണം ഇത് പൊളിച്ച് അതിന്റെ എല്ലാ വേസ്റ്റും കടലിൽ കൂടി പോകും. ഈ കപ്പലിൽ ഈ പറഞ്ഞ മാതിരി കുറെ സാധനങ്ങൾ ഉണ്ടല്ലോ, ഈ സാധനം മുഴുവൻ കടലിൽ പോകും. ഞാൻ അവിടെ ചെന്ന് അന്ന് അവസാനം കളക്ടറെ നേരിട്ട് വിളിച്ച് പറഞ്ഞു, ഇന്ന് നടന്നില്ലെങ്കിൽ ഞാനിവിടെ നിരാകരിക്കാൻ പോകും. അഴീക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് അതൊരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ മറവിൽ ഒരു സ്വകാര്യ മേഖല നടത്തിയിരുന്ന തരികട പരിപാടിയാണ്. അത് അവസാനം നിർത്തേണ്ടി വന്നു. കാരണം ആ പ്രദേശം മുഴുവൻ അത് മാത്രമല്ല, വളർപെട്ട ആ നദി മുഴുവൻ ഇതായിപ്പോയി. ആ നദി മുഴുവൻ നദിയിലേക്ക് പോലും ഇത് കയറി. മാത്രമല്ല ഈ അതിഥി തൊഴിലാളികളെ ചെയ്യണം, അവരത്ര ഹൈജീനിക്കോ അല്ലെങ്കിൽ എൻവറോൺമെന്റൽ കോൺഷ്യസ് ഉള്ള ആളുകളൊന്നും അല്ല, ഇതിൽ വിദ്യാഭ്യാസമൊന്നുമില്ല. അവരാണ് അതിലെല്ലാം ജീവിക്കണേ. ഈ വൃത്തിയുടെ കപ്പലിനകത്ത് എന്തെല്ലാം ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. മാത്രമല്ല അതിനൊരു സെക്യൂരിറ്റി ഇഷ്യൂ ഒക്കെ ഉണ്ട്. എന്തായാലും കപ്പൽ പൊളിക്കുന്ന യൂണിറ്റ് അല്ല, കപ്പൽ നിർമ്മാണം അല്ലെങ്കിൽ ബോട്ട് നിർമ്മാണ യൂണിറ്റ് കേരളത്തിൽ നല്ല കാര്യം തന്നെയാണ്. അത് LDF കൊണ്ടുവന്നാലും UDF കൊണ്ടുവന്നാലും കേരളത്തിൽ അത് പരീക്ഷിക്കേണ്ടതാണ്. നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡ് വളരെ മാതൃകാപരമായി ചെയ്യുന്ന ഒരു പണിയാണ്. ഈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല പബ്ലിക് സെക്ടറിൽ ഒന്നാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. ലാഭം ഉണ്ടാക്കുന്നുണ്ടെന്ന് മാത്രമല്ല വളരെ പ്രൊഫഷണലായി ഒരു നന്നായി പ്രവർത്തിക്കുന്ന ഒന്നാണ്. അപ്പൊ നമ്മുടെ ടെക്നോളജി ഉണ്ട്. എന്തുകൊണ്ട് നമുക്ക് കേരള തീരത്ത് അത് ഉണ്ടായില്ല? ഇപ്പൊ ഒരെണ്ണം കൊച്ചിൻ പോർട്ടിൽ ഉണ്ടാവുന്നു, നാളെ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊന്നും ഉണ്ടാവട്ടെ. കാരണം അത് വലിയ കപ്പലൊന്നും അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ഫിഷിംഗ് ബോട്ട് നിർമ്മിക്കാൻ പറ്റിയാൽ പോലും നമുക്ക് നല്ല, കാരണം നമുക്ക് അത്രയും ഫിഷിംഗ് ബോട്ട്സ് ഉണ്ട്. അപ്പോഴും വരുന്നത് ടാറ്റയുടെ സബ്സിഡിയറി കമ്പനി ആയിട്ടുള്ള ആർട്സ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണല്ലോ. അപ്പോഴും ഒരു സ്വകാര്യ മേഖലയ്ക്ക് ഇത് കൊടുക്കുന്നത്, അതായത് നമ്മുടെ തീരദേശങ്ങൾ മുഴുവനും വിറ്റഴിക്കുന്നത് പോലുള്ള അല്ലെങ്കിൽ അവർക്ക് ലീസിന് കൊടുക്കുന്നത് പോലുള്ള കാര്യങ്ങൾ തന്നെയല്ലേ വരുന്നത്? അല്ല, എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിൽ ഇനി വ്യവസായം വരണമെന്നാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ അത് സ്വകാര്യ മേഖലയിലേ വരൂ, സ്വകാര്യ നിക്ഷേപത്തിലേ വരൂ. കാരണം ഇവിടെ പബ്ലിക് സെക്ടറിന് ഇനി ആരാ ഉള്ള ചെയ്യാൻ? ഇപ്പൊ കേരളം വ്യവസായം വേണോ വേണ്ടോ എന്നുള്ളത്, അത് വേണമെന്നുള്ള അഭിപ്രായം LDFനും UDFനും BJPക്കും ഉണ്ട്. ഞാൻ പറഞ്ഞേ, അത് വിറ്റഴിക്കുക നമ്മൾ പറഞ്ഞാൽ അവർക്ക് എന്താ വേണ്ട സ്ഥലം. ഇപ്പൊ ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. സ്മാർട്ട് സിറ്റി ഇവിടെ ഒരുപാട് കാലം ചർച്ച ചെയ്ത പദ്ധതിയല്ലേ, ആരും മിണ്ടുന്നില്ലല്ലോ. ഞങ്ങൾ അതിനെ അന്ന് ചോദ്യം ചെയ്തൊരു പദ്ധതിയാണ്. ഇത് പ്രായോഗികമാണോ, ഇത് ആവശ്യമാണോ? എന്റെ നാട്ടിലാണ് അത് വരുന്നത്. പക്ഷെ അന്ന് അത് ഭയങ്കരമായ പദ്ധതിയാണ്, ഇതില്ലെങ്കിൽ കേരളം മുങ്ങിപ്പോവും, IT ബടപ്പ് വരും എന്നൊക്കെ പറഞ്ഞ് VS അച്യുതാനന്ദന്റെ കാലത്ത് കൊണ്ടുവന്നു. അത് UDFന്റെ കാലം കഴിഞ്ഞു, അന്നും അത് പൊങ്ങി വന്നു. ഇപ്പോ പിണറായി വിജയന്റെ കാലത്ത് അത് ഭയങ്കര സംഭവം എന്ന് പറഞ്ഞു. ഒന്നും ഉണ്ടായില്ലേ. ഇപ്പൊ അവരാ പദ്ധതി ഉപേക്ഷിച്ചു പോയി. ഇപ്പൊ 250 ഏക്കർ സ്ഥലം എടുത്തിട്ടത് ഇപ്പൊ എന്തിനാന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്താ സ്ഥലം കൊണ്ട് ചെയ്യാൻ പോണേ? ഏതെങ്കിലും വലിയ മുതലാളി കാണാൻ പോകണമെന്നല്ല. അത് തന്നെ വളരെ കൃത്യമായും കേരളത്തിന്റെ ഭൂമി ഒരു ദുബായ് എന്ന് പറയുന്ന ദുബായിലെ കമ്പനിക്ക് കൊടുക്കുകയും അവരവിടെ വ്യവസായം കൊണ്ടുവരുമെന്ന് പറയുകയും ഇത്ര തൊഴിലുണ്ടാക്കും, ഇത്ര സംഗതി ഉണ്ടാക്കും എന്നൊക്കെ പറയുകയും അത് നടക്കുന്നുമില്ല. അപ്പൊ ഞാൻ പറയുന്നത് അങ്ങനെ കൊടുക്കുന്നത് അതിപ്പോ പലയിടത്തും ഇപ്പൊ കിൻഫ്ര എന്താ ചെയ്യുന്നത്? കിൻഫ്ര ഭൂമി ഏറ്റെടുത്ത് സ്വകാര്യ വ്യവസായികൾക്ക് കൊടുക്കുകയാണ്. കിൻഫ്ര ചെയ്യുന്നു അതാണ്. അതുകൊണ്ട് കിൻഫ്രയുടെ വ്യവസായം ഒന്നും വരില്ല. അപ്പൊ കേരളത്തിൽ ഇനി വ്യവസായ വികസനം വേണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഭൂമിയിലാണല്ലോ ഇത് ചെയ്യുക. ഭൂമി സർക്കാർ ഏറ്റെടുത്തോ സർക്കാർ ഭൂമിയോ കൊടുത്തേ പറ്റൂ. ഇത് കേരളത്തിലൊരു സമവായം എന്ന കാര്യമാണ്. എനിക്കതിനോട് വിയോജിപ്പുണ്ട്, അത് വേറെ പ്രശ്നം. പക്ഷെ കേരളത്തിലൊരു സമവായം, ഇത് LDF UDF തർക്കത്തിലൊന്നും അറിയില്ല. അപ്പൊ ഇവിടെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും സതീശന് ഈ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിലും. പക്ഷെ അതെങ്ങനെ പറ്റുന്നു സർ? ഒരു മുഖ്യമന്ത്രി ബ്ലൂംബർഗ് പോലുള്ള ഒരു മാധ്യമത്തിന് ഒരു ഇന്റർവ്യൂവിൽ പറയുമ്പോൾ അത്രയും ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ് പറയുന്നത്. തീർച്ചയായിട്ടും സതീശന്റെ ഇതുവരെയുള്ള കോൺഫിഡൻസ് ആയിട്ടുള്ള വർത്തമാനത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും കൃത്യമായ ഒരു മിസ്റ്റേക്കാണ്. അത് വേറെ രീതിയിൽ അവർ PRD കറക്റ്റ് ചെയ്യുന്നുണ്ട്, മുഖ്യമന്ത്രി എങ്ങനെ കറക്റ്റ് ചെയ്യുന്ന അറിയില്ല. മിസ്റ്റേക്ക് തിരുത്തണം. ഇപ്പൊ സംസാരത്തിൽ വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ചില കണക്കൂട്ടലോ ആരാണ് സതീശന് ഉറപ്പ് കൊടുത്തിട്ടുള്ളത്? 10,000 കോടിയുടെ ടാറ്റ കൊടുക്കുന്ന ആരാണ് സതീശന് ഉറപ്പ് കൊടുത്തിട്ടുള്ളത്? അല്ലെങ്കിൽ ഇനി ടാറ്റ അല്ലാതെ വേറെ ഏതെങ്കിലും കമ്പനി വരുമോ? ഇപ്പോൾ ആസ്റ്റർ എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടല്ലോ, ആസ്റ്റക്, ആ കമ്പനിയിൽ വേണമെങ്കിൽ വേറൊരു കമ്പനി വിദേശ കമ്പനിക്ക് വരാം. ഇപ്പോ നമ്മുടെ അദാനിയിൽ MSC വന്നതുപോലെ ഒരു കമ്പനിക്ക് വരാം, ഇൻവെസ്റ്റ് ചെയ്യില്ല എന്ന് പറയുന്നില്ല. അപ്പോ ഒരു കാര്യത്തിൽ ഇവിടെയുള്ളൂ, കേരളത്തിന്റെ ഭൂമിയും തീരവും വിൽക്കുന്നതിൽ ആർക്കും വിരോധമില്ല. ആകെയുള്ളത് 10,000 കോടി ടാറ്റ കൊണ്ടുവരൂ, ഇനി വേറൊരാൾ കൊണ്ടുവരും എന്നുള്ളത്. അപ്പൊ മിഷൻ സമുദ്രയെ കുറിച്ചും ഒരുപാട് ആശങ്കകളുണ്ട്. കാരണം അതിന്റെ പാരിസ്ഥിതികമായ വിഷയങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട തീരദേശ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കേരളത്തിലെ പോർട്ടുകൾ വികസിപ്പിക്കേണ്ടതാണ് എന്നും മറ്റേ സർഫസ് ട്രാൻസ്പോർട്ടിന് പകരം വാട്ടർ ട്രാൻസ്പോർട്ട് വേണ്ടതാണ് എന്നതിനോടും എനിക്ക് യോജിപ്പുണ്ട്. പക്ഷെ അത് മത്സ്യത്തൊഴിലാളികൾ എങ്ങനെ ബാധിക്കും? പോർട്ട് വന്നാൽ കടൽ, ഇപ്പോൾ വിഴിഞ്ഞ പോർട്ട് വന്നപ്പോഴാണ് നമുക്ക് മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികൾ ഒരുപാട് പേർ, അവിടുത്തെ ഫിഷിംഗ് ഹാർബർ പൊളിഞ്ഞു പാളിസേ.
അങ്ങനെ ഒരു സാധനം അതിൽ പ്രവർത്തിക്കാത്ത പോലെ എന്നും അങ്ങനെ വരാൻ പാടില്ല. കാരണം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകൾ എങ്ങനെ പരിഗണിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്, ഏറ്റവും പ്രധാനം. പിന്നെ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട്, കാരണം ബോംബെയിൽ താജ് ഹോട്ടൽ ആക്രമിച്ചത് കടലിൽ കൂടി വന്ന ആളുകളാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറെ വിഷയങ്ങളുണ്ട്, പരിസ്ഥിതിയുടെ വിഷയങ്ങളുണ്ട്. പക്ഷേ ഞാൻ മിഷൻ സമുദ്രം എന്താണെന്ന് സതീശൻ പറയുന്നത് വരെ നമുക്ക് ക്ലിയർ അല്ല. എന്തായാലും ടാറ്റയുടെ നിക്ഷേപം എന്നത് എറർ തന്നെ, തെറ്റ് തന്നെയാണ്. ടാറ്റ തന്നെ അത് തള്ളിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ അതിൽ ക്വസ്റ്റ്യൻ ഇല്ല. ഒരു പക്ഷേ മുഖ്യമന്ത്രിക്ക് ഒരു മിസ്റ്റേക്ക് പറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമെങ്കിലും, അപ്പൊ ഞാൻ പറഞ്ഞില്ലേ മന്ത്രിമാരൊക്കെ പലതും വാചകം ഓടിക്കും, അതിലൊന്നും എനിക്ക് യാതൊരു സംഗതിയില്ല, തെറ്റാൻ പാടില്ല. ഈ ഒരു കാര്യത്തിൽ സതീശനെ പിന്താങ്ങാൻ ആരും ഇല്ല. സതീശനെ പിന്താങ്ങാൻ പറ്റില്ലല്ലോ, സതീശനെ പിന്താങ്ങേണ്ട കാര്യമില്ല. കാരണം സതീശൻ പറഞ്ഞത് ശരിയായിരുന്നില്ല, അദ്ദേഹത്തിന് കിട്ടിയത് റോങ് ഇൻഫർമേഷൻ, അത്ര ഞാൻ പറയൂ. അല്ലാണ്ട് വെറുതെ ഒരു നുണ പറയില്ലല്ലോ, വെറുതെ ഇപ്പൊ അങ്ങനെ ഒരു ആവശ്യമില്ലാത്തൊരു കാര്യം പറയില്ല. ഇപ്പൊ രാജീവൻ, ഞാനല്ലേ പറഞ്ഞു, നമ്മുടെ മുൻമന്ത്രി പി രാജീവ് എന്താ ചെയ്തത്? പി രാജീവ് പറഞ്ഞതൊക്കെ പലതും കള്ളമായിരുന്നു, അതൊന്നും ഇപ്പൊ ആരും ചോദിക്കാനില്ല. അവർ തോറ്റുപോയി, അവർ പരിപാടി തീർന്നു. പക്ഷെ സതീശനെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന പഠിച്ച് സംസാരിക്കുന്ന ഒരാളാണ് സതീശൻ എന്നുള്ളതാണ് സതീശൻ ഇതുവരെയുള്ള ഒരു ക്വാളിറ്റി. മറ്റ് മന്ത്രിമാരെ പോലെയല്ല, പഠിച്ച് ഓൺ ദ സ്പോട്ട് മറുപടി പറയാനൊക്കെ കഴിയുന്ന ആളാണ്. അപ്പോൾ വെറുതെ ഒരു അക്ഷരതെറ്റ് വന്നു എന്നതിന് പറയാൻ പറ്റില്ല. ഒന്നുകിൽ അത് സതീശനെ ബോധപൂർവ്വം നുണ പറഞ്ഞാൽ പിടിക്കുന്നുള്ള അറിയില്ലേ. ഇപ്പൊ ടാറ്റയുടെ ഒരു നിക്ഷേപം വന്നാൽ പിറ്റേ ദിവസം വിവരം അറിയുന്ന നമുക്ക് മനസ്സിലാവില്ലേ. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നോ, ഇനി അതിന്റെ പിന്നിൽ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും വേറെ അജണ്ടകൾ ഉണ്ടോ എന്നോ കാലത്തിന് മാത്രമേ തെളിയിക്കാൻ പറ്റൂ.